പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് അനന്തു മരിച്ചതിന്റെ ആഘാതം ആ നടുക്കം നമുക്കൊന്നും ഇപ്പോഴും മാറിയിട്ടില്ല. ആ ഒരു മരണത്തിന് പിന്നാലെ രാഷ്ട്രീയ വിവാദങ്ങൾക്കും വേദിയാവുകയാണ് നിലമ്പൂർ. അനന്തുവിന്റെ മരണത്തിൽ വൈദ്യുതി വകുപ്പിന്റെ അനാസ്ഥ ചൂണ്ടിക്കാട്ടി UDF പ്രവർത്തകർ ഇന്ന് വഴിക്കടവ് KCB ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും. ഈ അനാസ്ഥ ആരോപിച്ച് വഴിക്കടവ് പഞ്ചായത്ത് ഓഫീസിലേക്ക് LDF ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഈ അനന്തുവിന്റെ വീട്ടിൽ എല്ലാ രാഷ്ട്രീയക്കാരും എത്തുന്നതൊക്കെ നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. അപ്പോൾ ഏറെ വിഷമം നമ്മൾക്കൊക്കെ ഉണ്ടാക്കിയിരുന്നു ആ ഒരു കാഴ്ച. ഇപ്പോൾ ഈ അനന്തുവിന്റെ വീട്ടിൽ നിന്നും നമ്മുടെ റിപ്പോർട്ടർ ഇംതിയാസ് കരീം ചേരുന്നുണ്ട്. അതിലേക്ക്. നിലമ്പൂർ വഴിക്കടവിൽ വൈദ്യുതി കെണിയിൽ നിന്നും ഷോക്കേറ്റ് മരിച്ച അനന്തുവിന്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അനന്തുവിന്റെ അച്ഛൻ മണി ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നുണ്ട്. ഈ വീട്ടുകാരെല്ലാം വലിയ സങ്കടത്തിലാണ്. നമുക്കത് പറയാതെ തന്നെ മനസ്സിലാവുകയും ചെയ്യും. അവിടെ ഈ വൈദ്യുതി കെണി ഉണ്ട് എന്നുള്ള കാര്യം നേരത്തെ തന്നെ അറിയാമായിരുന്നോ? അറിയില്ല, എനിക്കറിയില്ല. അവിടെ അങ്ങനെ വൈദ്യുതി നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടോ? അതുവഴി പോകുമ്പോഴോ മറ്റോ ഒക്കെ? കേട്ടതല്ല, ഞാൻ കണ്ടില്ല. ഞാൻ ഇങ്ങനെ പറയണ കേൾക്കും. ഞാൻ ബന്ധുക്കളാരൊക്കെ അറിയിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അത് ഉള്ളതാണോ? KCB അറിയിച്ചിരുന്നു എന്നുള്ളത് ഇപ്പോഴോ? അല്ല, അവിടെ വൈദ്യുതി വെച്ചത് ആദ്യം അങ്ങനെ കേസ് കേട്ടിട്ടുണ്ട്. ഇപ്പൊ അവിടെ ഉണ്ടാലുണ്ടെന്നൊക്കെ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെക്കാറുണ്ടോ ഈ പന്നി പിടിക്കാനൊക്കെ വേണ്ടിയിട്ട്? അറിയോ അങ്ങനെ വല്ല സംഭവം? അവിടെ അങ്ങനെ സംഭവം ഇവിടെ അപ്പുറത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. പുത്തിരിപ്പാടം ഭാഗത്തൊക്കെ ഇങ്ങനെ ഒരു മിസ്സിങ് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ നമ്മള് ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെ വരവുണ്ട്, വെക്കൽ നിന്നൊക്കെ കേൾക്കുന്നുണ്ട്. കാണാൻ പോയിട്ടില്ല, കണ്ടിട്ടില്ല. ഇതിപ്പം വെച്ചത് കണ്ടിട്ടുമില്ല. ഇവരൊക്കെ സ്ഥിരമായിട്ട് അതിന്റെ പോകുന്ന ആൾക്കാരുമാണ് നിങ്ങളൊക്കെ അല്ലേ? ഇല്ല, സ്ഥിരമായിട്ടല്ല അതിലെ പോകല്ലേ. വഴി നമ്മളെ വഴി ഇതിലല്ലേ. കളിക്കാനൊക്കെ പോകുന്ന സ്ഥലമാണ്. കളിക്കാൻ പോകുന്ന സ്ഥലം, കളി ഗ്രൗണ്ട് ഇവിടെയാണേ. ഇതിപ്പോ കളി കഴിഞ്ഞ് വന്നിട്ട് പോയത്, താഴത്തേക്ക് പോയത് മീൻ പിടിക്കാൻ. അങ്ങനെ അവിടെ വൈദ്യുതി പണി ഒരുക്കിയതിൽ കുടുംബം അങ്ങനെ പരാതിപ്പെട്ടിട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല? ആരും പരാതിപ്പെട്ടിട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല നേരത്തെ ഒന്നും? അനുഭവം നമുക്ക് ഫസ്റ്റ് അല്ലത്. അതുകൊണ്ട് അറിയാം. അങ്ങനെ കേൾക്കുന്നല്ലാതെ നമ്മള് കണ്ടിട്ടില്ലായിരുന്നു. അതാണ് അവിടെ അങ്ങനെ സംഭവം. അവിടെയൊക്കെ കമ്പി ഉണ്ടാവലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആരെന്തൊന്നും അറിയില്ല. എന്നാലും അതായത് അവരൊക്കെ സ്ഥിരമായിട്ട് അതിൽ നടക്കുന്ന വഴിയാണ്, അവർക്കറിയാം. അതിലെ പോകുന്ന വഴിയാണ്. പക്ഷേ അവിടെ ഇത്തരത്തിലുള്ള വൈദ്യുതി കെണിയൊന്നും മുൻപ് അവർ കണ്ടിട്ടില്ല. ആ രീതിയിലുള്ള കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് ആ രീതിയിലൊരു വൈദ്യുതി കെണി, അവിടെ പന്നിക്കെണി, ഇറച്ചിക്കായിട്ട് വെച്ച കെണിയാണ് കണ്ടത്. അത് ഇവരുടെ തന്നെ ബന്ധുവായ ഒരാൾ KCB അറിയിച്ചിരുന്നു എന്ന് പറയുന്നു. പക്ഷേ കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ അദ്ദേഹത്തിനും ഇപ്പോൾ മാനസികമായി പറ്റുന്നില്ല എന്നുള്ളതാണ് കാര്യം. ഷിജിൻ നരിപ്പറ്റയ്ക്കൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, നിലമ്പൂർ. തീർച്ചയായും അനന്തുവിന്റെ കുടുംബത്തിന്റെ വിഷമം ആ അച്ഛനും അമ്മയ്ക്കും സഹോദരിമാർക്കും ഇതെങ്ങനെ താങ്ങാനാകുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. കാരണം 15 വയസ്സ് മാത്രമുള്ള അനന്തു ഇത്ര പെട്ടെന്ന് തന്നെ ജീവിതത്തോട് വിട പറയുമെന്നുള്ളത് ആ കുടുംബമോ ആരും തന്നെ കരുതിയിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷേ ദൗർഭാഗ്യവശാൽ അത് സംഭവിച്ചു. അനന്തുവിന്റെ മരണത്തിൽ വൈദ്യുത വകുപ്പിന്റെ അനാസ്ഥയൊക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാരണം ഇവർ നേരത്തെ പരാതി കൊടുത്തിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കുടുംബത്തിന്റെ വിഷമം, ആ വേദന, അതിന് എങ്ങനെ മറുപടി പറയും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമ്മളൊക്കെ ഉറ്റുനോക്കുന്ന ഒരു കാര്യം. കാരണം പാട്ടുപാടി സ്കൂളിൽ കുട്ടികളോടൊപ്പം കൂട്ടുകാരോടൊപ്പം കളിച്ചു ചിരിച്ചു നടന്ന അനന്തു വളരെ പെട്ടെന്നാണ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. ആ കുടുംബത്തിന് തന്നെ അത് താങ്ങാൻ സാധിക്കാത്തതിന്റെ കാരണവും അത് തന്നെയാണ്. തൊട്ടു മുമ്പ് വരെ മകനെ കണ്ട അച്ഛനും അമ്മയും സഹോദരങ്ങളുമാണ്. വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു മരണം സംഭവിക്കുമെന്ന് ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല. അപ്രതീക്ഷിതമായ ആ മരണത്തിന്റെ നടുക്കത്തിലും ആഘാതത്തിലുമാണ് ആ കുടുംബം. എന്ത് കൊടുത്ത് എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുന്നത്. കാരണം അവർക്ക് നഷ്ടമായത് അവരുടെ പൊന്നോമനയാണ്, അവരുടെ മകനെയാണ്. അവനിനി തിരിച്ചു വരില്ല. പക്ഷേ ഇതിൽ പരാതി കൊടുത്തിട്ടും നടപടി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിലൊരു അനാസ്ഥ നിലനിൽക്കുന്നുണ്ട്. അത് പുറത്തു വരേണ്ടതുണ്ട്. ആരുടെ ഭാഗത്താണ് വീഴ്ച പറ്റിയിട്ടുള്ളത് എന്നുള്ളത്. എന്തായാലും ഈ പന്നിക്കണി വെച്ച ആളെ പിടികൂടിയിട്ടുണ്ട്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കുമായതിന്റെ കേസ് എടുത്തിട്ടുണ്ട്. എന്തായാലും വലിയൊരു ആഘാതമാണ്, നടുക്കത്തിൽ തന്നെയാണ് നിലമ്പൂരുള്ളത്. കാരണം ഈ ഒരു കുഞ്ഞിന്റെ മരണം അത് നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ല.
വളരെ പെട്ടെന്ന് തന്നെയായിരുന്നു ആ ഒരു വിയോഗമുണ്ടായത്. ആ കുടുംബത്തിന്റെ വേദനയിൽ പങ്കുചേരുന്നു നമ്മളെല്ലാവരും. എന്തെങ്കിലും അനാസ്ഥ ഉണ്ടെങ്കിൽ അതൊക്കെ പുറത്തേക്ക് വരട്ടെ എന്നുള്ളതും നമുക്ക് പ്രത്യാശിക്കാം.